ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും. അങ്ങനെ തന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ അവര് പലതരത്തിലുള്ള പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, ഭീഷണികൾ, പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷം കൊണ്ട് അവരെന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ ഒരു തരത്തിലും പ്രതികരിക്കേണ്ട. നിങ്ങൾ വളരെ മനസ്സമാധാനമായിട്ടിരിക്കൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് വിഷ്ണുമായ സ്വാമിയോടും ചാത്തന്മാരോടും നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ്സുമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെയും നമുക്ക് ഡയറക്റ്റ് വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്തേക്കും വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകും. പിന്നീട് ചിലപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോഴാണ് ഗോൾഡുമായിട്ടോ അല്ലെങ്കിൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ വളരെ ഫേമസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായതുകൊണ്ടും വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും പൂജിച്ച് നമുക്കിന്ന് അമ്പലവും ഒരു ചെറിയ അമ്പലമായാലും നമ്മൾ അമ്പലമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് എത്താൻ വളരെ ഈസിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളുടെ അടുത്ത് വരികയും നമ്മളെ ചിലപ്പോൾ വളരെ മോശമായിട്ടൊക്കെ ചിലപ്പോൾ സംസാരിക്കും, നമ്മളോട് തട്ടിക്കയറും, നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അവരോടൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. ഞാൻ സ്വാമിക്ക് അത് വിട്ടുകൊടുക്കാറാണ് പതിവ്. സ്വാമിയുടെ പ്രാർത്ഥനകൾ, പൂജകൾ ചെയ്യുമ്പോൾ സ്വാമിക്ക് നമ്മളെ അറിയാം, അതിലെന്താണ് സംഭവിച്ചതെന്നുള്ളതും സ്വാമിക്ക് അറിയാം കൃത്യമായിട്ട്, ആർക്കും അറിഞ്ഞില്ലെങ്കിലും. സ്വാമിയോട് തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ തരാനായിട്ടാണ് ഞാൻ പറയാറ്. പക്ഷെ എൻ്റെ ജീവിതാനുഭവം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സ്വാമിയോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് സ്വാമി നമുക്കത് ഏറ്റവും അനുകൂലമായ രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിച്ചു, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആൾക്കാർ ഇന്ന് നിരയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അവരില്ല, എന്ന് ഭൂമിയിലേ ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഇത് ഇപ്പൊ ആൾക്കാർ കേൾക്കുമ്പോൾ ആൾക്കാർ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു ശക്തി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളുടെ കൂടെയും ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് നമുക്ക് കുറെ പൈസ ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് കൊല്ലാനുള്ള ഒരു ആയുധമാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് തകർക്കാനുള്ള ആയുധമാണോ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ സംരക്ഷണത്തിന്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൂടെ നിൽക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിലും ഈ പറയുന്ന വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് ഞാൻ ഇത്രയും അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഞാൻ തന്നെ എൻ്റെ ശരീരത്തിൽ എൻ്റെ സ്വാമിയാണ്. ഞാൻ സ്വാമിയെ പൂർണ്ണമായിട്ട് ആവാഹിച്ച്, സ്വാമിയും ചാത്തന്മാരും എന്നും എൻ്റെ കൂടെയുണ്ട്, എന്നിൽ സ്വാമിയുണ്ട്, ഞാനാണ് സ്വാമിയുടെ ഒരു പ്രതിരൂപം എന്ന രീതിയിൽ ചിന്തിച്ച് നടക്കുന്നൊരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ സ്വാമിയെ ഭക്തിയോടെ കാണുകയും സ്വാമിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് മനസ്സറിഞ്ഞ് അർപ്പിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ പൊയ്യാറമഠത്തിൽ പൂജകളായിട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ എന്നെ സമീപിക്കുന്ന ആൾക്കാർ പൂർണ്ണമായും ഭക്തിയുള്ള ആൾക്കാരും സ്വാമിയെ വിശ്വസിക്കുന്ന ആൾക്കാരും അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും മാത്രമാണ് ഞാൻ അവരുടെ മാത്രമാണ് പൂജകൾ എടുത്ത് ചെയ്തു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പൂജകളും വിജയങ്ങളാണ്. എല്ലാ കാര്യങ്ങളും എന്താണോ ഭക്തൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ളത് അത് 100% നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് അത്രയും ശക്തിയുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെയും നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് സ്വാമിയെ സ്നേഹിച്ചാൽ മതി. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ.